നാവികസേനയുടെ സീ വിജിൽ തീരദേശ പ്രതിരോധാഭ്യാസം നവംബർ 20-21 തീയതികളിൽ. തീരദേശാസ്തികളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി 2018 സീ വിജിൽ എക്സൈസ് വിഭാവനം ചെയ്തത്. 6 മന്ത്രാലയങ്ങളും 21 സംഘടനകളും തീരദേശ പ്രതിരോധാഭ്യാസത്തിന്റെ 4ാമത് എഡിഷനിൽ പങ്കാളികളാകും. തീരസുരക്ഷയുടെ സന്നദ്ധത പരിശോധിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന പാൻ ഇന്ത്യ തീരദേശ പ്രതിരോധാഭ്യാസത്തിന്റെ 4ാം പതിപ്പായ സീ വിജിൽ നവംബർ 20-21 തീയതികളിലാണ് നടത്തുന്നത്. 6 മന്ത്രാലയങ്ങളുടെയും 21 സംഘടനകളുടെയും പങ്കാളിത്തം ഇതിൽ ഉണ്ടാകും. 26/11 മുംബൈ അറ്റാക്സിന് ശേഷമാണ് ഒരു കംപ്ലീറ്റ് റീജിക് ഓഫ് ദി കോസ്റ്റൽ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഇന്ത്യ ഹാസ് ഹാപ്പൻഡ്. അതിനുശേഷം ഓവറോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് കോസ്റ്റൽ മാരിടൈം സെക്യൂരിറ്റി ഹാസ് കം ആസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഇന്ത്യൻ നേവി. എല്ലാ CNCs, ഫ്ലാഗ് ഓഫീസർ, കമാൻഡിംഗ് ഇൻ ചീഫ്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, ഇവരെല്ലാവരും കമാൻഡർ ഇൻ ചീഫ് കോസ്റ്റൽ ഡിഫൻസ് എന്നൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 2018 സീ വിജിൽ എന്ന എക്സൈസ് ആദ്യം കൺസീവ് ചെയ്യുന്നത്. അതിനുശേഷം 19, 21, 22 ഇങ്ങനെ 3 എഡിഷൻസ് നടന്നിട്ടുണ്ട്. ഇത് 4th എഡിഷനാണ് സീ വിജിലിൻ്റെ. ഇത്തവണ സംസ്ഥാന മറൈൻ പോലീസ്, കോസ്റ്റ് ഗാർഡ്, കസ്റ്റംസ്, ഫിഷറീസ് മുതലായവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും ആദ്യമായി ഇന്ത്യൻ നേവിയുടെ നേതൃത്വത്തിലുള്ള CDSRE ടീമുകളുടെ ഭാഗമാകും. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം തീരദേശ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സാധൂകരിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായാണ് സീ വിജിൽ രൂപകൽപ്പന ചെയ്തത്. 2 ഘട്ടങ്ങളിലായാണ് സീ വിജിൽ എക്സൈസ് നടത്തപ്പെടുന്നതെന്ന് സദേൺ നേവൽ കമാൻഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ക്യാപ്റ്റൻ ഓമനക്കുട്ടൻ പറഞ്ഞു. 21 നവംബറിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 2 ഫേസസിലായിട്ടാണ് ഈ എക്സൈസ് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റ് ഫേസാണ്, ഒരു ഇവാലുവേഷൻ. എല്ലാ കോസ്റ്റൽ സെക്യൂരിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള അസറ്റ്സ്, അവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അഗെയിൻസ്റ്റ് എനി കണ്ടിജൻസീസ്, പിന്നെ അവരുടെ ക്രൂ കോമ്പിറ്റൻസ്, ഇതെല്ലാം അസസ് ചെയ്യാൻ വേണ്ടി ഒരു ടീം, ഇൻഫാക്ട് സെവറൽ ടീംസ് കംപ്രൈസിങ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഓരോ റെപ്സ് വെച്ചിട്ട് അവർ ഈ സ്ഥലങ്ങളിലെല്ലാം പോയി ഓഡിറ്റ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ ഫേസ്. 2ാമത്തെ ഫേസ് എന്ന് പറയുന്നതാണ് അറ്റാക്ക് ഫേസ്. ഈ ഓഡിറ്റ് കഴിഞ്ഞ് അതിലുള്ള ലെക്കുനേസ് എല്ലാം നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ് 20th and 21st നമ്മൾ അസസ് ചെയ്യും. അതിനുവേണ്ടി 2 ടീമായിട്ട്, ആസ് ഇറ്റ് വാസ് ബ്രീഫ്ഡ് ഏർലിയർ, ബ്ലൂ ഫോഴ്സ്, റെഡ് ഫോഴ്സ്. ബ്ലൂ ആണ് ഈ കംപ്ലീറ്റ് കോസ്റ്റൽ സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ ഗ്രൂപ്പ്. എല്ലാവരും അവരവരുടെ റെസ്പോൺസിബിലിറ്റി, അവരവരുടെ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റീസിൽ അവരവരുടെ അസറ്റ്സ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് ദേ വിൽ ട്രൈ ടു സേഫ് ഗാർഡ് ഈച്ച് ആൻഡ് എവറി വൈറ്റൽ ഏരിയാസ് ആൻഡ് വൈറ്റൽ പോയിന്റ്സ് അണ്ടർ ദം. റെഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നേവി, കോസ്റ്റ് ഗാർഡ്, പിന്നെ പോലീസ്, ഇവരെല്ലാവർക്കും ഒരു ടീം അസംബിൾ ചെയ്തിട്ട് ഹയേർഡ് ആയിട്ടുള്ള ബോട്ട്സ്, ഏതെങ്കിലും രീതിയിൽ ഒരു ടെററിസ്റ്റ് എങ്ങനെ ചിന്തിക്കുമെന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഈ ടീം ഉണ്ടാക്കി അവരെ ബ്രീഫ് ചെയ്ത് അവർ ഫ്രം സീ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനെ തടയുക എന്നുള്ളതാണ് ബ്ലൂ ഫോഴ്സിൻ്റെ. സോ ദാറ്റ് ഇസ് ഹൗ ദിസ് ഗെയിം ഇസ് ബീങ് പ്ലേഡ്. ജോയിന്റ് ഓപ്പറേഷൻ സെന്റർ ഓഫീസ് ഇൻചാർജ് കൃഷ്ണദാസ് യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.